CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്ക് കുരുക്കായി ശശിധരൻ കർത്തയുടെ മൊഴി. നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്ന കർത്ത ഇഡിക്ക് മൊഴി നൽകി. വീണ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്ത് കണ്ടെത്താൻ നടപടി തുടങ്ങി. ഡി ബിനോയിയുടെ വിവരങ്ങളുമായി. ബിനോയ്, ഏതായാലും സാമ്പത്തിക ഇടപാട് കേസിൽ കൂടുതൽ കുരുക്ക് മുറുകുകയാണ് വീണയ്ക്ക്. ശശിധരൻ കർത്തയുടെ മൊഴി പ്രകാരം ഇനി എങ്ങനെയാണ് തുടർ നടപടികൾ, എന്തെല്ലാമാണ് മൊഴിയിൽ ഉൾപ്പെടുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് CMR കേസുമായി ബന്ധപ്പെട്ട് സ്വത്ത് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് ഇഡി നൽകിയ റിപ്പോർട്ടിലാണ് ഈ സേവനം നൽകാതെ വീണ പണം കൈപ്പറ്റിയെന്നുള്ള വിവരങ്ങൾ ഉള്ളത്. അത് ആ മൊഴി നൽകിയിരിക്കുന്നത് ശശിധരൻ കർത്ത തന്നെയാണ്. CMR MD കൂടിയായ ശശിധരൻ കർത്ത വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 2.78 കോടി രൂപ വീണയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ 5 ലക്ഷം രൂപ വീണയ്ക്കും ഒപ്പം തന്നെ 3 ലക്ഷം രൂപ വീതം എക്സാലോജി കമ്പനിക്കും ഓരോ മാസവും നൽകിയെന്നാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 2,78,00,000 രൂപ എക്സാലോജിക്കും വീണയും ചേർന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള സേവനവും ഈ സ്ഥാപനം നൽകിയിട്ടില്ല. പക്ഷേ ധാരണയനുസരിച്ച് സാങ്കേതികപരമായി സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾക്കുള്ള സഹായം ലഭിക്കും എന്നാണ് രേഖകളിലുള്ളതെങ്കിൽ തന്നെയും പക്ഷേ അത്തരത്തിലുള്ള സഹായങ്ങളോ സഹകരണങ്ങളോ എക്സാലോജി കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് ഇഡി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. ഇതുവഴി വീണയ്ക്ക് എതിരെയുള്ള രേഖകൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വീണയെ ചോദ്യം ചെയ്തപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പക്ഷേ അന്നും SFIO നടത്തിയ അന്വേഷണത്തിൽ വീണ ചെയ്യാത്ത സേവനത്തിന് പൈസ വാങ്ങി എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല 134 രേഖകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വീണയെ ചോദ്യം ചെയ്തതിന് ശേഷം SFIO ഇഡിക്ക് കൈമാറിയത്. ആ 134 രേഖകളിലും വളരെ വ്യക്തമായി CMRലും വീണയും തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. എങ്ങനെയാണ് പണം കൈപ്പറ്റിയതെന്ന് സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്. അങ്ങനെ മൊത്തം ഈ ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകളാണ് SFIO ഇഡിക്ക് കൈമാറിയത്. ഇഡി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാത്ത സേവനത്തിന് പണം പറ്റിയതിൻ്റെ കൂടി കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇഡിയുടെ നടപടി അനുസരിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയുമായി ബന്ധപ്പെട്ട അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് ഇഡി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് വളരെ വ്യക്തമായി ശശിധരൻ കർത്തയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ 2014 മുതൽ 2018 വരെയുള്ള കാലയളവിൽ എക്സാലോജി കമ്പനിക്ക് 2.78 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും ഇത് കാര്യമായ തരത്തിലുള്ള ഒരു സേവനത്തിന് അല്ല എന്നും വ്യക്തമാക്കുന്നു. മാത്രവുമല്ല അത് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 ലക്ഷം രൂപ വീണയും ഒപ്പം തന്നെ 3 ലക്ഷം രൂപ എക്സാലോജിക്കിനും കൈമാറിയിട്ടുണ്ട്. പകരം ഒരു തരത്തിലുള്ള സേവനവും സേവന സംബന്ധമായ സഹായങ്ങളോ അവർക്ക് ലഭ്യമായിട്ടില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി തന്നെ വീണയ്ക്ക് എതിരെയുള്ള ഓരോ കുരുക്കുകളും ഒപ്പം തന്നെ എതിരെയുള്ള രേഖകളുമൊക്കെ പുറത്തേക്ക് വരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇഡി ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിലേക്കുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു. മാത്രവുമല്ല ഈ CMRലിൻ്റെ കണക്കുകൾ അനുസരിച്ച് 200 കോടി രൂപയിലധികം ചില ആളുകൾക്ക് പ്രത്യേകമായ സഹായങ്ങളായും ഒപ്പം തന്നെ പാരിതോഷികങ്ങളായും അതിനെല്ലാം ഉപരിയായി സംഭാവനകളായും നൽകിയിട്ടുണ്ട്. ഇതിൽ പല രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഒപ്പം സാമുദായിക സംഘടനാ നേതാക്കളുണ്ട്, ചില സംഘടനകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇനി പുറത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഇപ്പോൾ വീണയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും CMRലും എക്സാലോജിക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി പുറത്തേക്ക് വരുന്നു. അതിൻ്റെ ഒരു കാര്യം കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നൽകാത്ത സേവനത്തിന് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തുക കൈപ്പറ്റി എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇഡി നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. വരും ദിവസങ്ങളിൽ ഇഡി ഇനി സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ 2ലധികം പ്രാവശ്യമാണ് വീണയെ ഇഡി ചോദ്യം ചെയ്തത്. ആദ്യം മെയ് 27 വീണ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിലെത്തി അവിടെ
അവിടെ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ചില ഫോൺ രേഖകളും ഒപ്പം തന്നെ ബാങ്ക് രേഖകളും ED അവരിൽ നിന്നും ശേഖരിച്ചു. അതിന് തൊട്ടു പിന്നാലെ ED തന്നെ ഇവരുടെ ചില ബാങ്ക് അക്കൗണ്ടുകളും ബാങ്ക് ലോക്കറുകളിലും പരിശോധന നടത്തിയിരുന്നു. ബാങ്ക് ലോക്കറുകൾ പരിശോധന നടത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ അല്ലെങ്കിൽ പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ലഭ്യമായിരുന്നില്ല. പക്ഷേ അവരുടെ ഫോണിൽ നിന്ന് കിട്ടിയ ചില രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ED അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. അതേസമയം ED ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോഴേക്കും വീണ നൽകിയ മൊഴിയിൽ പറയുന്നത് അവർക്ക് ഈ സേവനം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തമായ കണക്കുകൾ അവരുടെ പക്കൽ ഇല്ല എന്നന്ന് പറഞ്ഞിരുന്നു. കാരണം എക്സാലോജി കമ്പനി ഇപ്പോൾ പ്രവർത്തനമില്ലാത്ത ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിലെ രേഖകളെല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് എന്തുമാത്രം തുക കൈപ്പറ്റി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ നൽകാൻ കഴിയില്ല എന്നാണ് രണ്ടാമത്തെ പ്രാവശ്യം ED ചോദ്യം ചെയ്തപ്പോഴേക്കും വീണ നൽകിയ മൊഴി. എന്നാൽ CMRലുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലേക്ക് ED കടന്നപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. അത് SFIO നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെയും അന്വേഷണത്തിൻ്റെയും റിപ്പോർട്ടുമായി ഏകദേശം ഒരേപോലെ ഉള്ളതാണ്. അല്ലെങ്കിൽ SFIOയുടെ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് EDക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളും. അതായത് 2.78 കോടി രൂപ വീണ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖകൾ EDക്കും ലഭിച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ ഉൾപ്പെടെ, അതായത് എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് വീണ നടത്തിയ ഇടപാടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ED കടക്കുന്നത്. അതായത് സ്വത്തുവകകൾ കണ്ടെത്തുക എന്നുള്ള നടപടിക്രമം. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ കോടതിയിൽ ഈ വിവരങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തമായ റിപ്പോർട്ട് നൽകണം. അങ്ങനെ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വീണ ഇത്രയധികം തുക സേവനം നൽകാതെ കൈപ്പറ്റിയെന്നുള്ള വിവരങ്ങൾ ഉള്ളത്. ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.